നമസ്കാരം. തിരൂർക്കാട് മലപ്പുറം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനുമായ കെ ആലിക്കുട്ടി മുസ്ലിയാർ 81 അന്തരിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് വൈസ് പ്രസിഡന്റ്, സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ്, കേരള ഹജ്ജ് കമ്മിറ്റി മുൻ ചെയർമാൻ, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മുൻ വൈസ് ചെയർമാൻ, പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയ പ്രിൻസിപ്പാൾ എന്നീ പദവികളും വഹിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് പെരിന്തൽമണ്ണയിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഇന്നലെ 2:30 അന്ത്യം. തിരൂർക്കാട് അൻവറുൽ ഇസ്ലാം അറബിക് കോളേജിലെ പൊതുദർശനത്തിനു ശേഷം ഇന്ന് രാവിലെ 10:30 തിരൂർക്കാട് ജുമാ മസ്ജിദിൽ ഖബറടക്കും. 2016 ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ മരണത്തെ തുടർന്ന് അദ്ദേഹം സമസ്തയുടെ 5ാമത്തെ ജനറൽ സെക്രട്ടറിയായത്. 2003 പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ് പ്രിൻസിപ്പാളായും ഓൾ ഇന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡിൽ 2008 അംഗമാണ്. 2003 മുതൽ 2006 വരെ കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാനും 2006 മുതൽ 2009 വരെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വൈസ് ചെയർമാനായും ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഇഫിലു സിലബസ് രൂപീകരണ സമിതിയിലും മുസ്ലിം വേൾഡ് ലീഗ് ഫിഖ് കൗൺസിലും അംഗമായിരുന്നു. 2013 കാസർഗോഡ് സംയുക്ത മഹല്ല് കാസിയായി. പാണ്ഡിത്യത്തിൻ്റെ ഗാംഭീര്യത്തെ വിനയത്തിൻ്റെ മൃദുലത കൊണ്ട് മനോഹരമാക്കിയ ജീവിതമായിരുന്നു പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടേത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പരമോന്നത നേതൃത്വത്തിലും ആഗോള ഇസ്ലാമിക വൈജ്ഞാനിക വേദികളിലും ഒരേ പ്രൗഢിയോടെ സാന്നിധ്യമറിയിച്ച ഉസ്താദ് കേരളത്തിൽ പണ്ഡിത പാരമ്പര്യത്തെ ലോകത്തെ മുസ്ലിം സമൂഹത്തിന് മുന്നിൽ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ച വ്യക്തിത്വത്തിനുടമയായിരുന്നു. ഖുർആനിൻ്റെ നിവേദനവും ഹൃദയത്തിൽ സൃഷ്ടാവിനുള്ള സമർപ്പണവും നിറഞ്ഞ ആ ജീവിതം അനേകർക്ക് അറിവിൻ്റെ വഴികാട്ടിയും ആത്മീയമായൊരു ആശ്വാസവുമായിരുന്നു. ശിഷ്യന്മാരെ മാത്രം സൃഷ്ടിച്ച സൂഫി വര്യനായിരുന്നില്ല അദ്ദേഹം. മൂല്യങ്ങളുടെയും മര്യാദകളുടെയും വിശ്വാസവും പകർന്ന ഒരു കാലഘട്ടത്തിൻ്റെ പ്രസക്തമായിരുന്നു അദ്ദേഹം. പ്രഭാഷണങ്ങളിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും അന്താരാഷ്ട്ര വൈജ്ഞാനിക സംവാദങ്ങളുടെയും അദ്ദേഹം പകർന്ന വെളിച്ചം അതിരുകൾ കടന്ന് പടർന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം മനുഷ്യത്വ ഹൃദയങ്ങളിൽ നേടിയ സ്ഥാനമായിരുന്നു. പുഞ്ചിരി കൊണ്ട് ചേർത്ത് നിർത്തുകയും സ്നേഹത്തോടെ തിരുത്തുകയും പ്രാർത്ഥന കൊണ്ട് കരുതുകയും ചെയ്ത ആ സ്വാത്വിക സാന്നിധ്യം ഇനി ഓർമ്മകൾ മാത്രം.